നമസ്കാരം. ഇത് ഇറാനെ പറ്റി തന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഞാൻ പറയാൻ പോണത് ഇറാൻ്റെ ഒരു കപ്പൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ വെച്ചിട്ട് ശ്രീലങ്കൻ തീരത്ത് അമേരിക്കൻ അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് തകർത്ത്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോണത്. അതായത് മിലാൻ 2026 ഒരു നേവി എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് അതിൽ പങ്കെടുക്കാനാണ് ആ കപ്പൽ ഇവിടെ വന്നത്. 74 രാജ്യങ്ങൾ ആ എക്സർസൈസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ എക്സർസൈസൊക്കെ പല രാജ്യങ്ങളും നടത്താറുണ്ട്. അങ്ങനെ 15-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ അവരിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ 26-ാം തീയതി പോവുകയാണ്. പോണ വഴിക്ക് ഇവർ വളരെ സ്ലോവിലാണ് പോണത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ വയനാട്ടിൽ എവിടെയെങ്കിലും പണിക്ക് പോയിട്ട് അടുത്ത ബസ്സിന് എറണാകുളത്തേക്ക് നാട്ടിലേക്ക് പോകുന്ന പോലെയല്ല. നേവിയിൽ എന്ന് പറഞ്ഞാൽ യുദ്ധക്കപ്പലുകൾ അവർക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ വേറെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അടുത്ത കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവരോട് ഈ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ പ്രവേശിച്ചിട്ട് അവരോട് സ്ലോവിൽ പോരാൻ പറയും. അങ്ങനെയൊക്കെ സെയിലർമാർക്ക് അറിയാം, കപ്പലിൽ യുദ്ധക്കപ്പലിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം. അല്ലാണ്ട് ഇവർ ലീവിന് പോകുമ്പോഴാണ് ഈ സെയിലർമാർക്ക് അറിയാൻ പോകണം. അല്ലാത്തപ്പോൾ ഇവരുടെ ഡ്യൂട്ടി പ്ലേസാണ് ആ കപ്പൽ. ആ കപ്പലിൽ അവരുണ്ടാവണം. ആ കപ്പൽ എവിടെയാണോ നങ്കൂരിടാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ കമാൻഡ് നിർദ്ദേശിക്കണം, അതനുസരിക്കലാണ് അവരുടെ പണി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇവർ പുറപ്പെട്ടിട്ട് 4-ാം തീയതി 4-ാം തീയതി ആയപ്പോഴാണ് ഈ കപ്പലിനെ തകർത്തത്. അപ്പോൾ ഇവർ ചിലപ്പോൾ വളഞ്ഞ വഴി കൂടിയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്ലോവിൽ എവിടെ നങ്കൂരിട്ട് വിശ്രമിച്ചിട്ടുണ്ടാവും. ഏതായാലും ഇത്രയും ദിവസം കഴിഞ്ഞു പോയി. ആ കപ്പലിനെയാണ് ഇവർ ടോർപിഡോ വെച്ച് തകർത്തത്. അവരവിടെ നിന്നത് ഇനി എന്തായാലും അതിൻ്റെ അടുത്ത് ഇസ്രായേലും ഇല്ല, ഈ പറഞ്ഞ അമേരിക്കയില്ല. അമേരിക്കനെ അറ്റാക്ക് ചെയ്യാനിപ്പോൾ ഇന്ത്യൻ ഓഷ്യനിലിരുന്ന് പറ്റില്ല, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്തോ അവരുടെ കമാൻഡ് നിർദ്ദേശം കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തതാവും. എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പ്രശ്നം. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ആർക്കും അങ്ങനെയൊക്കെ ചെയ്യാം. കാരണം ഇന്ത്യൻ്റെ കപ്പൽ വെറും ഇന്ത്യൻ്റെ അറബിക്കടലിലല്ലേ ഉള്ളത്. അത് ലോകത്തിൻ്റെ ഏതൊക്കെയോ സ്ഥലത്തുണ്ട്. സബ്മറീനുകളുണ്ട്, അന്തർവാഹിനികളൊക്കെ ഉണ്ട്. അത് അന്താരാഷ്ട്ര സമുദ്ര പാതയിലൊക്കെ അവരുണ്ടാവും. ഇപ്പോൾ സോമാലിയയിലൊക്കെ ഈ കടൽ കൊള്ളക്കാർ വരുമ്പോൾ ഇന്ത്യൻ നേവിയൊക്കെ അവിടെ പെട്ടെന്ന് എത്ര അങ്ങനെ ഇവിടുത്തെ ചുണക്കുട്ടികൾ അവിടെയൊക്കെ ഉണ്ട്. അതാണ് കപ്പലിലെ യുദ്ധക്കപ്പലിൻ്റെ സിസ്റ്റം അതാണ്. അപ്പോൾ ഇവർ അറ്റാക്ക് ചെയ്തിട്ട് ഇപ്പോൾ അമേരിക്ക പറഞ്ഞ ന്യായമാണ്. ആ കപ്പലിൽ അപകടകരമായിട്ടുള്ള ആയുധങ്ങളുണ്ടായിരുന്നു. യുദ്ധക്കപ്പലിൽ പിന്നെ ഉണ്ടയും സവാള ഇവിടെ ഉണ്ടാവില്ല, അതിൽ ആയുധങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. രാസായുധങ്ങൾ മാറ്റം പോകുമ്പോൾ ഏതായാലും ഇല്ലയെന്ന് ഉറപ്പല്ല. അങ്ങനെയൊക്കെ ആ പോകുമ്പിട്ട് അതവിടെ പൊട്ടൂലേ. എന്നിട്ട് കപ്പലിനെ തകർത്തിട്ട് 80 ഡെഡ് ബോഡിയൊക്കെ പെറുക്കാൻ വന്ന് ആ കൊച്ചു രാജ്യമല്ലേ ശ്രീലങ്ക, അവരുടെ നേവിയും ഇവരൊക്കെ കോസ്റ്റ് ഗാർഡൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. ഇന്ത്യയിൽ നിന്ന് ആരും പോയില്ല. ഇപ്പം പറയേണ്ടത് നേവിൻ്റെ ആൾക്കാർ പോയിരുന്നു. എങ്ങനെയാലും ഇവിടെ നിന്ന് പോയൊരു ഷിപ്പല്ലേ, അത് നമ്മുടെ ഒരു അതിഥിനാണ് ആക്രമിച്ചത്. അതിന് ന്യായീകരണം ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് അഭ്യാസം കഴിഞ്ഞ് പോയത് 25-ാം തീയതി അല്ലേ, പിന്നെ പുറംകടലിൽ അന്താരാഷ്ട്ര പുറംകടലിലല്ലേ, നമ്മൾ ഉമ്മർത്തുന്നല്ലല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാനൊരു ഫംഗ്ഷൻ ഒരുത്തനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച്, അവന് എൻ്റെ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല, ഈ നാട്ടിലേ വരേണ്ട ആവശ്യമുള്ള ആളല്ല. ഇപ്പം ഫംഗ്ഷനൊക്കെ പങ്കെടുത്ത് മടങ്ങി പോകുമ്പോൾ നമ്മുടെ ഇടവഴി കൂടിയാണ് പോകുമ്പോൾ 2 പറമ്പ് അപ്പുറത്ത് വെച്ച് ഇവനൊരുത്തൻ കശാപ്പ് ചെയ്ത് കുത്തി പണി കഴിച്ച്. അപ്പോൾ എന്നോട് ചോദിക്കണം, നീ എന്താ അതിൽ ഇടപെടാൻ? അവരിവിടുന്ന് പോയിട്ട് നേരെ എത്രേ എൻ്റെ ഉമ്മർത്തല്ലല്ല, 2 പറമ്പ് അപ്പുറത്തല്ലേ സംഭവം. അതും ന്യായമാണ്. നമ്മളുടെ സ്ഥിതി ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് വന്ന് പോണ ഒരാളെ അറ്റാക്ക് ചെയ്യുക, അതും നമ്മളുടെ ഇന്ത്യൻ ഓഷനിൽ വെച്ച് അറ്റാക്ക് ചെയ്യുക, നമ്മൾക്കുള്ളൊരു വാണിങ്ങും കൂടിയാണത്. ഈ ട്രംപിനൊന്നും ആരും വലിയ ഇതൊന്നുമില്ല, തലയെ കയറ്റൊന്നുമില്ല. നമ്മളൊക്കെ ഒട്ടി നിൽക്കുകയല്ലാണ്ട് ട്രംപ് ആരും വകവെക്കണ ആളല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. എന്നിട്ട് പൊളിറ്റിക്കലായിട്ട് ഇവർ ഡിസിഷൻ എടുത്ത് അങ്ങോട്ട് പ്രസൻസ് ഉണ്ടാവാഞ്ഞത് അമേരിക്കൻ്റെ സൈനിക സാന്നിധ്യം ഇന്ത്യൻ ഓഷ്യനിൽ ഉണ്ടായത് കൊണ്ടാണ് ഇന്ത്യ അവിടെ പോയി നോക്കാഞ്ഞത്.
ഇന്ന് എക്സ്പ്ലനേഷൻ ഇറങ്ങിയിട്ട് പോയി നോക്കിയിരുന്നു എന്ന് 80 ഡെഡ് ബോഡി കിട്ടി. സമാധാന ദൗത്യങ്ങൾ കഴിഞ്ഞു പോണ യുദ്ധക്കപ്പലുകളെ ഒരു ഈ ലോക ചരിത്രത്തിൽ ആരും ആക്രമിച്ചിട്ടില്ല. അത് അമേരിക്ക ചെയ്തു. എന്നിട്ടും പറഞ്ഞത് ഇപ്പം എന്താ ഇന്ന് അനൗൺസ് ചെയ്തേക്കാണ്. റഷ്യയിൽ നിന്ന് വേണമെങ്കിൽ എണ്ണ മേടിച്ചോട്ടാ, അവിടെ പോയി മേടിക്കാൻ നിൽക്കണ്ട. അവർ ഓയിൽ ടാങ്കർ കടലിൽ എവിടെയെങ്കിലും ഉണ്ടോ വിളിച്ച് ചോദിച്ചിട്ട് പോയി മേടിച്ചോന്നു. എന്താണിത്? ഇപ്പം എല്ലാവർക്കും പ്രധാനമന്ത്രിയൊന്നും ആകാൻ പറ്റില്ലല്ലോ. അപ്പം ആകണ ആൾക്കാർക്ക് ഈ ആൾക്കാരെ അഭിമാനം സൂക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ട് ഓരോ പൗരൻ്റെ. ഇപ്പം എന്താ ഒരു ശ്രീലങ്ക പോലത്തെ ഒരു ചെറിയ രാജ്യം ഈ അപകടം പറ്റിയെടുത്ത് പോയിട്ട് സഹായിക്കാൻ ചെന്നു ഹെലികോപ്റ്ററുകളും. എങ്ങനെയുണ്ട്? അമേരിക്ക സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള പണിയാണ്. അതിന് പറ്റിയ ഭരണകർത്താക്കളും ഇവിടെ. ഇതിപ്പോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇനി ഇതിൻ്റെ അടിയിൽ തെറി പറഞ്ഞാലല്ലാണ്ട് ഒരു ന്യായം പറയാനില്ല ഇവന്മാരുടെ അടുത്ത്. തെറി പറഞ്ഞാൽ അമർത്താനേ പറ്റുള്ളൂ. നമ്മൾ എവിടുന്ന് എണ്ണ മേടിക്കണം, എവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, അതൊക്കെ ട്രംപ് തീരുമാനിക്കണം. പിന്നെ ട്രംപിനെ പറ്റി ഞാൻ വേറെന്ന് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഇവർ പറഞ്ഞ തീവ്രവാദ രാജ്യങ്ങളൊക്കെ അമർച്ച ചെയ്ത് നോട്ടിക്കോ നമ്മൾ ഒപ്പം നിന്ന്. പിന്നെ ട്രംപിന് ഒരു ദിവസം നേരം വിളിക്കുമ്പോൾ തോന്നണം, എടാ ഇന്ത്യയിലാണല്ലോ ക്രിസ്ത്യാനികളുടെ പള്ളിയൊക്കെ പൊളിക്കണത്, അവിടുത്തെ ഭരണമാണ് ശരിയാക്കാൻ ട്രംപിന് തോന്നിയാല. കുറ്റം പറയാൻ പറ്റൂല. മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യത്തിലൊക്കെ ഇറങ്ങി ട്രംപിന് നല്ല ശീലമായി. ഇപ്പോൾ വെനിസ്വേലയിൽ നിന്ന് മാഡോറോ തന്നെ പിടിച്ചുകൊണ്ട് പോയില്ലേ. ഇപ്പം എന്താ വേറൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്. ഇപ്പം അസുവിനെ കൊണ്ടുപോകണമെന്ന് പറയാൻ എന്നും കൊലപാതകം ഉണ്ടായില്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. സ്വിച്ചിട്ട പോലെ അത് നിന്നു. എന്താണ് കാര്യം എന്നറിയാം? അമേരിക്കൻ്റെ CIA ഇവിടുത്തെ കുറച്ച് സംഘടനകളെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കോടിക്കണക്കിന് വിദേശത്തുള്ള പണമൊക്കെ ഫ്രീസാകും. പിന്നെ ഇവർക്ക് അനങ്ങാൻ പറ്റില്ല. അത് ഇന്ത്യ മണത്തെറിഞ്ഞ്. അതുകൊണ്ടാണ് സ്വിച്ചിട്ട പോലെ പശുക്കടത്തും കൊലപാതകവും നിന്നത്. മനസ്സിലായ? ഇപ്പം ഈ ഇറാൻ്റെ കപ്പലിൽ ഞാൻ പറഞ്ഞ കപ്പൽ ഡിലേ ആയത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് കിട്ടുന്ന രഹസ്യ വിവരം പോലെ തന്നെ ചിലപ്പോൾ ഈ ഇറാനും കിട്ടിയിട്ടുണ്ടാവും ഈ 28-ാം തീയതി അറ്റാക്ക് ചെയ്യുമെന്ന്. മനസ്സിലായ? ഇൻഫർമേഷൻസൊക്കെ എല്ലാവർക്കും കിട്ടും. ഏതായാലും ഇപ്പം നമ്മളുടെ നിലപാട് ശരിക്കും ഒരു അപമാനകരമാണ്. അത്ര എനിക്ക് പറയാനുള്ളത്.